കൂടിച്ചേരലുകൾ, നമ്മുടെ ഹജ്ജ് യാത്രയുമായി ഉംറ യാത്രയുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിൽ വല്ല സമ്മേളനങ്ങളോ ക്യാമ്പുകളോ പരിപാടികളോ വിവാഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ടായേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻകുബേഷൻ പീരീഡ് എന്നൊരു സംഭവമുണ്ട്. ഇൻകുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗാണു വന്നു, ആ രോഗം പുറത്തു വരാനുള്ള സമയം, രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ വരുന്ന വരെയുള്ള സമയമാണ് ഇൻകുബേഷൻ പീരീഡ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി, അവിടെ ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അശ്രദ്ധമായി നമുക്കത് കിട്ടിയെന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ ഹജ്ജിന് പോയി അവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് രോഗം വരിക. കാരണം 45 ദിവസം വരെ മഞ്ഞപ്പിത്തത്തിന്റെ ഇൻകുബേഷൻ പീരീഡ് വരും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ വായു മുഖേന പകരുന്ന രോഗങ്ങൾ ധാരാളമായി വരും. അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്ന ഒട്ടേറെ രോഗങ്ങൾ, പ്രത്യേകിച്ച് N95 മാസ്ക് ഒക്കെ ആണെങ്കിൽ മാസ്ക് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്തരം കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം.